നമസ്കാരം, എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ഡെയിലി അപ്ഡേറ്റ്സിലേക്ക്. ഇന്ന് 2026 ജൂലൈ മാസം 20 തിങ്കളാഴ്ച. ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റുകളും നാളെയും തുടർന്നുള്ള ദിവസങ്ങളിൽ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട, ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റുകൾ, അറിയിപ്പുകൾ എന്തൊക്കെയെന്നാണ് ഇന്നത്തെ ഡെയിലി അപ്ഡേറ്റ്സിൽ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. എല്ലാ പ്രേക്ഷകരും പൂർണ്ണമായിട്ട് ഈ അപ്ഡേറ്റുകൾ ശ്രദ്ധിക്കുക. നിങ്ങളെല്ലാവരും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് എല്ലാ പ്രേക്ഷകരിലേക്ക് മറക്കാതെ ഷെയർ ചെയ്ത് എത്തിക്കുക. നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. വാർത്തകളും അറിയിപ്പുകളും എല്ലാ ദിവസവും കൃത്യമായി നിങ്ങൾക്ക് വാട്സപ്പ് ഗ്രൂപ്പുകളിൽ ലഭ്യമാകുന്നതാണ്. നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ അതിൽ കമൻറ്റിൽ നൽകിയിട്ടുണ്ട്. സോ എല്ലാ പ്രേക്ഷകരും മറക്കാതെ ഏതെങ്കിലും ഒരു ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. ഏറ്റവും ആദ്യത്തെ പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ്, സംസ്ഥാന ഭാഗ്യക്കുറി വകുപ്പിൻ്റെ തിരുവോണം ബമ്പർ ഭാഗ്യക്കുറി കഴിഞ്ഞ ദിവസം ധനകാര്യമന്ത്രിയും മുഖ്യമന്ത്രിയുമായ വി.ഡി. സതീശൻ്റെ സാന്നിധ്യത്തിൽ പ്രകാശനം ചെയ്തു. ഇന്ന് ജൂലൈ 20 തിങ്കളാഴ്ച മുതൽ പൊതുജനങ്ങൾക്ക് ടിക്കറ്റുകൾ ലഭ്യമായി തുടങ്ങുന്നതാണ്. 500 രൂപയാണ് ഒരു ടിക്കറ്റിൻ്റെ വില. ഇത്തവണ ഒന്നാം സമ്മാനം 30 കോടി രൂപയാക്കി ഉയർത്തിക്കൊണ്ടാണ് തിരുവോണം ബമ്പർ പുറത്തിറക്കിയിരിക്കുന്നത്. രണ്ടാം സമ്മാനമായിട്ട് 1 കോടി രൂപ വീതം 20 പേർക്ക് ലഭിക്കും. ഇതിന് പുറമെ ഒന്നാം സമ്മാനത്തിന് അർഹമായിട്ടുള്ള ടിക്കറ്റ് വിൽക്കുന്ന ഏജന്റിന് 3 കോടി രൂപ കമ്മീഷനായിട്ട് ലഭിക്കുന്നതാണ്. തിരുവോണം ബമ്പർ ഭാഗ്യക്കുറിയിലൂടെ ആകെ 22 കോടിപതികളെ സൃഷ്ടിക്കാൻ കഴിയുന്ന വിധത്തിലാണ് ഇതിൻ്റെ സമ്മാനഘടന ഇപ്പോൾ രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. സെപ്റ്റംബർ 26 നറുക്കെടുക്കുന്ന ഈ ഭാഗ്യക്കുറിയുടെ മൂന്നാം സമ്മാനം 25 ലക്ഷം രൂപ വീതം 20 പേർക്കും, നാലാം സമ്മാനം 5 ലക്ഷം രൂപ വീതം 10 പേർക്കും, അഞ്ചാം സമ്മാനം 2 ലക്ഷം രൂപ വീതം 10 പേർക്കുമാണ് ലഭിക്കുക. ഇവ കൂടാതെ തന്നെ 5000, 500 രൂപയുടെയൊക്കെ ലക്ഷക്കണക്കിന് മറ്റ് സമ്മാനങ്ങളും ഇത്തവണ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. കഴിഞ്ഞ വർഷത്തെ ഓണം ബമ്പറിന് 28% GST. എന്നാൽ 2025 സെപ്റ്റംബർ 2 മുതൽ ലോട്ടറിയുടെ GST 40% ഉയർത്തിയതിനാൽ തന്നെ ഇത്തവണത്തെ ഓണം ബമ്പറിനും 40% GST ആണ് ബാധകമാകുന്നത്. ഏജന്റുമാർക്ക് ഡിസ്കൗണ്ട് നിരക്കിന് പുറമെയായിട്ട് ഒരു ടിക്കറ്റിന് 1 രൂപ വീതം അധിക ഇൻസെൻറ്റീവും അനുവദിച്ചിട്ടുണ്ട്. അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ്, കർഷകർ പ്രത്യേകം ശ്രദ്ധിക്കുക. ട്രാക്ടറോ പവർ ട്രില്ലറോ ഒക്കെ തന്നെ പോലെയുള്ള കാർഷിക ഉപകരണങ്ങൾ വാങ്ങാൻ ആഗ്രഹിക്കുന്ന കർഷകർക്ക് വലിയൊരു സാമ്പത്തിക ലാഭം നേടാനുള്ള സുവർണ അവസരമാണ് സംസ്ഥാന സർക്കാരിൻ്റെ കാർഷിക യന്ത്രവൽക്കരണ പദ്ധതിയിലൂടെ ഇപ്പോൾ ഒരുങ്ങിയിരിക്കുന്നത്. സ്വന്തമായിട്ട് കൃഷി ചെയ്യുന്ന വ്യക്തികൾക്ക് ഉപകരണങ്ങളുടെ വിലയിൽ 50% വരെയും, കാർഷിക കൂട്ടായ്മകൾക്കോ അല്ലെങ്കിൽ സഹകരണ സംഘങ്ങൾക്കോ ഒക്കെ ആണെങ്കിൽ 80% വരെയും വൻ സബ്സിഡിയാണ് ഈ പദ്ധതി വഴി ഉറപ്പു നൽകുന്നത്. വർഷത്തിൽ ഒരിക്കൽ മാത്രം ലഭിക്കുന്ന ഈ വലിയ ആനുകൂല്യം പരമാവധി പ്രയോജനപ്പെടുത്താനായിട്ട് താല്പര്യമുള്ളവർ നിങ്ങളുടെ അടുത്തുള്ള സർക്കാർ അംഗീകൃത കാർഷിക ഉപകരണ വിപണന കേന്ദ്രങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് സബ്സിഡി വിവരങ്ങളൊക്കെ തന്നെ കൃത്യമായിട്ട് മനസ്സിലാക്കേണ്ടതാണ്. അപേക്ഷ സമർപ്പിക്കുന്നതിനായിട്ട് കർഷകൻ്റെ ഫോട്ടോ, ബാങ്ക് അക്കൗണ്ട് വിവരങ്ങൾ, ആധാർ കാർഡ്, ആധാറുമായിട്ട് ലിങ്ക് ചെയ്ത മൊബൈൽ നമ്പർ, അതോടൊപ്പം തന്നെ സ്ഥലത്തിൻ്റെ കരമടച്ച രസീത് എന്നിവ വേഗത്തിൽ തയ്യാറാക്കി രജിസ്ട്രേഷൻ നടപടികളൊക്കെ തന്നെ എത്രയും പെട്ടെന്ന് പൂർത്തിയാക്കുക. അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ്, കേരളത്തിലെ സാധാരണക്കാരായ ജനങ്ങളുടെ സാമൂഹിക സാമ്പത്തിക പുരോഗതിയും അടിസ്ഥാന സൗകര്യ വികസനവും ലക്ഷ്യമിട്ട് സംസ്ഥാന സർക്കാർ ആവിഷ്കരിച്ച 14ാം പഞ്ചവത്സര പദ്ധതിയുടെ ആനുകൂല്യങ്ങൾ പൂർണ്ണമായിട്ടും ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് വളരെ വലിയൊരു പങ്കുണ്ട്. കൃഷി, കുടിവെള്ളം, റോഡ് നിർമ്മാണം, പാർപ്പിടം തുടങ്ങിയ നിർണായക മേഖലകളിലെ വികസനത്തിനായിട്ട് ജനങ്ങളുടെ യഥാർത്ഥ ആവശ്യങ്ങൾ തിരിച്ചറിഞ്ഞ് തദ്ദേശ സ്ഥാപനങ്ങളുടെ വാർഷിക പദ്ധതികളിലൂടെയാണ് ഈ ഫണ്ടുകളൊക്കെ തന്നെ വിനിയോഗിക്കുന്നത്. അതിനാൽ തന്നെ തങ്ങളുടെ പ്രദേശത്തെ വികസന പ്രക്രിയകളിലൊക്കെ തന്നെ പങ്കാളികളാകാൻ ഓരോ പൗരനും ഗ്രാമസഭകളിൽ സജീവമായിട്ട് പങ്കെടുക്കുകയും ആവശ്യങ്ങളും ഗുണഭോക്തൃ പട്ടികയും കൃത്യമായിട്ട് സമർപ്പിക്കുകയും ചെയ്യേണ്ടത് അത്യന്താപേക്ഷിതമാണ്. പുതിയ വീടുകൾ നിർമ്മിച്ചു നൽകുന്നതിനുള്ള ലൈഫ് മിഷൻ പദ്ധതി സംസ്ഥാനത്ത് സജീവമായിട്ട് മുന്നോട്ട് പോകുമ്പോൾ തന്നെ നിലവിൽ താമസയോഗ്യമല്ലാത്തതോ അല്ലെങ്കിൽ ഫണ്ടിൻ്റെ കുറവ് മൂലം മുൻപ് പണി ആരംഭിച്ച് പൂർത്തിയാക്കാനായിട്ട് കഴിയാതെ പോയതോ ആയിട്ടുള്ള വീടുകളുടെ പുനരുദ്ധാരണത്തിനും അറ്റകുറ്റപ്പണികൾക്കുമായിട്ട് പഞ്ചായത്തുകളും മുനിസിപ്പാലിറ്റികളും പ്രത്യേക ഫണ്ട് വകയിരുത്തി ധനസഹായം നൽകി വരുന്നുണ്ട്. എന്നാൽ ലഭ്യമായിട്ടുള്ള അപേക്ഷകളിൽ നിന്ന് തികച്ചും അർഹരായവരെ കണ്ടെത്താനായിട്ട് കൃത്യമായ മുൻഗണനാ മാനദണ്ഡങ്ങളാണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളൊക്കെ തന്നെ ഇപ്പോൾ പിന്തുടരുന്നത്. സാമ്പത്തികമായിട്ട് പിന്നോക്കം നിൽക്കുന്ന കുടുംബങ്ങൾ, അതോടൊപ്പം തന്നെ മുൻഗണനാ റേഷൻ കാർഡുകൾ, വിധവകൾ, ഭിന്നശേഷിക്കാർ, വയോജനങ്ങൾ മാത്രമുള്ള വീടുകൾ, പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങൾ എന്നിവർക്കാണ് ഈ ഭവന പുനരുദ്ധാരണ പദ്ധതികളിൽ പ്രഥമ പരിഗണന ലഭിക്കുന്നത്. ഓരോ ഗ്രാമപഞ്ചായത്തിൻ്റെയും നഗരസഭയുടെയും വാർഷിക പ്ലാൻ ഫണ്ടിൻ്റെ ലഭ്യതയനുസരിച്ചാണ് അപേക്ഷകൾ ക്ഷണിക്കുന്നതും പദ്ധതികൾ നടപ്പിലാക്കുന്നതും എന്നതിനാൽ തന്നെ കേരളത്തിലുടനീളം ഒരേ സമയത്തായിരിക്കില്ല ഒരുപക്ഷെ ഈ ആനുകൂല്യങ്ങളൊക്കെ തന്നെ ലഭ്യമാകുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ വാർഡിൽ നിലവിൽ ഇത്തരം അപേക്ഷകളൊക്കെ തന്നെ സ്വീകരിച്ചു തുടങ്ങിയിട്ടുണ്ടോ എന്നുള്ള കാര്യം ബന്ധപ്പെട്ട വാർഡ് മെമ്പർ വഴിയോ തദ്ദേശ സ്ഥാപനത്തിൻ്റെ ഓഫീസുകൾ വഴിയോ അന്വേഷിച്ച് ബോധ്യപ്പെട്ടതിന് ശേഷം മാത്രമേ അപേക്ഷാ ഫോം കൈപ്പറ്റി പൂരിപ്പിക്കാവൂ എന്ന കാര്യം പ്രത്യേകം ഓർമ്മിപ്പിക്കുകയാണ്. പൂരിപ്പിച്ച അപേക്ഷയോടൊപ്പം തന്നെ അപേക്ഷകൻ്റെ തിരിച്ചറിയൽ രേഖ, വില്ലേജ് ഓഫീസിൽ നിന്ന് ലഭിക്കുന്ന വരുമാന സർട്ടിഫിക്കറ്റ്, ജാതി സർട്ടിഫിക്കറ്റ് അത് ആവശ്യമെങ്കിൽ, അതുപോലെ നിലവിലെ ഭൂമിയുടെ നികുതി രസീത് അല്ലെങ്കിൽ ഉടമസ്ഥാവകാശ സർട്ടിഫിക്കറ്റ്, അതുപോലെ തന്നെ പാസ്പോർട്ട് സൈസ് ഫോട്ടോ എന്നിവയ്ക്കൊപ്പം വീടിൻ്റെ നിലവിലെ ശോചനീയാവസ്ഥ വ്യക്തമാക്കുന്ന പോസ്റ്റ് കാർഡ് സൈസ്
ഫോട്ടോയും നിർബന്ധമായിട്ടും നിങ്ങൾ ഉള്ളടക്കം ചെയ്യേണ്ടതായിട്ടുണ്ട്. അപേക്ഷ സമർപ്പിച്ച ഉടൻ തന്നെ ഫണ്ട് അനുവദിക്കില്ലെന്നും മറിച്ച് അസിസ്റ്റന്റ് എഞ്ചിനീയർ ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥർ നേരിട്ടെത്തി സ്ഥലപരിശോധന നടത്തി വീടിൻ്റെ അവസ്ഥയും കുടുംബത്തിൻ്റെ അർഹതയും കൃത്യമായി വിലയിരുത്തി ബോധ്യപ്പെട്ടതിന് ശേഷം മാത്രമായിരിക്കും അന്തിമ ഗുണഭോക്തൃ പട്ടിക തയ്യാറാക്കുകയെന്നും അപേക്ഷകർ പ്രത്യേകം ഓർക്കേണ്ടതാണ്. ഭൂരിഭാഗം തദ്ദേശ സ്ഥാപനങ്ങളിലും ഗ്രാമസഭകൾ പൂർത്തിയാക്കി ഇത്തരം വിവിധ ആനുകൂല്യങ്ങൾക്കായിട്ടുള്ള അപേക്ഷകൾ സ്വീകരിക്കുന്ന നടപടികളൊക്കെ തന്നെ ആരംഭിച്ചു കഴിഞ്ഞതിനാൽ തന്നെ ഈ സുവർണ്ണ അവസരം നഷ്ടപ്പെടുത്താതെ കൃത്യസമയത്ത് കൃത്യമായിട്ടുള്ള വിവരങ്ങൾ അറിയിക്കുന്നതിനായിട്ട് നിങ്ങളുടെ വാർഡ് പ്രതിനിധിയോ പഞ്ചായത്ത് മുനിസിപ്പാലിറ്റി ഓഫീസിനെയോ എത്രയും വേഗം തന്നെ നേരിട്ട് ബന്ധപ്പെടേണ്ടതാണ്. അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ്: സംസ്ഥാനത്തെ റേഷൻ കാർഡുകൾ മുൻഗണനാ വിഭാഗത്തിലേക്ക് മാറ്റുന്നതിനുള്ള അപേക്ഷകൾ സമർപ്പിക്കാൻ ഇന്നുകൂടി മാത്രമേ സമയമുള്ളൂ എന്ന കാര്യം പ്രത്യേകം ഓർമ്മിപ്പിക്കുകയാണ്. ഇന്ന് ജൂലൈ മാസം 20-ാം തീയതി ഇന്ന് വൈകുന്നേരം 5 മണിയോടെ ഇതിനുള്ള സമയപരിധി അവസാനിക്കുകയാണ്. ഈ സമയം ദീർഘിപ്പിക്കുമോ തുടങ്ങിയ കാര്യങ്ങളിലൊക്കെ തന്നെ ഇതുവരെ അറിയിപ്പുകൾ നിലവിൽ ലഭ്യമായിട്ടില്ല. വന്നാൽ തീർച്ചയായിട്ടും നിങ്ങളെ വൈകുന്നേരം ഡെയിലി ബുള്ളറ്റിനിൽ അറിയിക്കുന്നതാണ്. സർക്കാരിൻ്റെ 100 ദിന കർമ്മ പദ്ധതിയുടെ ഭാഗമായിട്ട് 10,000-ഓളം മുൻഗണനാ റേഷൻ കാർഡുകളാണ് അർഹരായവർക്ക് വിതരണം ചെയ്യുന്നത്. BPL കാർഡ് ലഭ്യമായി കഴിഞ്ഞാൽ സൗജന്യ റേഷൻ, വിധവ ക്ഷേമ പദ്ധതികൾ, അതോടൊപ്പം തന്നെ മറ്റ് വിവിധ മുൻഗണനാ ആനുകൂല്യങ്ങൾ എന്നിവയൊക്കെ തന്നെ നിങ്ങൾക്ക് ലഭിക്കും. ഇന്ന് ഒരു ദിവസം കൂടി മാത്രമേ ബാക്കിയുള്ളൂ എന്നതിനാൽ തന്നെ നിലവിലുള്ള റേഷൻ കാർഡ്, വരുമാന സർട്ടിഫിക്കറ്റ്, BPL ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് തെളിയിക്കുന്ന സാക്ഷ്യപത്രം, രോഗാവസ്ഥ തെളിയിക്കുന്ന മെഡിക്കൽ ബോർഡ് സർട്ടിഫിക്കറ്റുകൾ അല്ലെങ്കിൽ സർക്കാരിൻ്റെ മറ്റ് ആനുകൂല്യങ്ങൾ ലഭിച്ച രേഖകൾ എന്നിവയുമായിട്ട് ഓൺലൈൻ സർവീസ് സെൻ്ററുകളിൽ ഇന്ന് തന്നെ എത്തി അപേക്ഷിക്കുക. ഇതിലേക്ക് മുൻഗണന ലഭിക്കാനായിട്ട് സഹായിക്കുന്ന ഈ രേഖകളെല്ലാം തന്നെ കൃത്യമായിട്ട് സ്കാൻ ചെയ്ത് ഓൺലൈനായിട്ട് അപ്ലോഡ് ചെയ്യേണ്ടതുണ്ടെന്ന കാര്യവും പ്രത്യേകം ഓർമ്മിപ്പിക്കുകയാണ്. അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ്: സംസ്ഥാനത്തെ സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷൻ ഗുണഭോക്താക്കൾക്ക് വലിയ ആശ്വാസം നൽകിക്കൊണ്ട് ജൂലൈ മാസത്തിലെ പെൻഷൻ വിതരണം ഈ ആഴ്ച ആരംഭിക്കുകയാണ്. സർക്കാർ കടമെടുപ്പ് നടപടികളൊക്കെ തന്നെ ജൂലൈ 21-ന് പൂർത്തിയാക്കുന്നതോടെ ജൂലൈ 23, 24, 25 തീയതികളിലായിട്ട് തുക ഗുണഭോക്താക്കളുടെ ബാങ്ക് അക്കൗണ്ടുകളിൽ നേരിട്ട് എത്തുന്നതാണ്. നിലവിൽ പ്രതിമാസ പെൻഷനായിട്ട് ലഭിച്ചുകൊണ്ടിരിക്കുന്ന 2,000 രൂപ തന്നെയായിരിക്കും ഈ മാസവും നമുക്ക് ലഭിക്കുകയെന്നും വിതരണത്തിലുള്ള എല്ലാവിധ ഒരുക്കങ്ങളും സർക്കാർ ഇപ്പോൾ പൂർത്തിയാക്കിയിട്ടുണ്ടെന്നും അധികൃതർ അറിയിച്ചു. അതേസമയം വരും മാസങ്ങളിലും പെൻഷൻ തുക തടസ്സമില്ലാതെ ലഭ്യമാകുന്നതിനായിട്ട് ഗുണഭോക്താക്കൾ ബയോമെട്രിക് മസ്റ്ററിംഗ് നിർബന്ധമായിട്ടും പൂർത്തിയാക്കേണ്ടതുണ്ട്. സെപ്റ്റംബർ മാസം 30-ാം തീയതി വരെ, അതായത് ഏകദേശം 2 മാസത്തെ സമയം നമുക്ക് ഇതിനായിട്ട് അനുവദിച്ചിട്ടുള്ളതിനാൽ തന്നെ അക്ഷയ കേന്ദ്രങ്ങളിൽ തിരക്ക് കൂട്ടാതെ ഈ കാലയളവിൽ മസ്റ്ററിംഗ് പൂർത്തിയാക്കാൻ എല്ലാവരും ശ്രദ്ധിക്കുക. മുതിർന്ന പൗരന്മാരുടെയൊക്കെ തന്നെ ബയോമെട്രിക് വിവരങ്ങളൊക്കെ തന്നെ രേഖപ്പെടുത്താൻ ചിലപ്പോൾ കൂടുതൽ സമയം വേണ്ടി വരുന്നതിനാൽ തന്നെ അക്ഷയ കേന്ദ്രങ്ങളിലെ തിരക്ക് ഒഴിവാക്കാൻ ഹെൽപ്പ് ലൈൻ നമ്പറുകളിലൂടെയോ അല്ലെങ്കിൽ നേരിട്ട് ബന്ധപ്പെട്ട് സൗകര്യപ്രദമായിട്ടുള്ള സമയം അത് മുൻകൂട്ടി ചോദിച്ച് മനസ്സിലാക്കുന്നത് നന്നായിരിക്കും. ശാരീരിക ബുദ്ധിമുട്ടുകൾ കൊണ്ടോ അല്ലെങ്കിൽ അസുഖങ്ങൾ കൊണ്ടോ നേരിട്ട് അക്ഷയ കേന്ദ്രങ്ങളിൽ എത്താനായിട്ട് സാധിക്കാത്ത കിടപ്പ് രോഗികൾക്കായിട്ട് സർക്കാർ ഹോം മസ്റ്ററിംഗ് സൗകര്യം ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഈ സേവനം ആവശ്യമുള്ളവർ നിങ്ങളുടെ വിവരങ്ങളൊക്കെ തന്നെ അതായത് വാർഡ് മെമ്പർമാരെയോ അടുത്തുള്ള അക്ഷയ കേന്ദ്രങ്ങളെയോ മുൻകൂട്ടി അറിയിക്കേണ്ടതാണ്. സാധാരണക്കാരുടെ മസ്റ്ററിംഗ് നടപടികളൊക്കെ തന്നെ പൂർത്തിയായ ശേഷം അക്ഷയ കേന്ദ്രത്തിലെ പ്രതിനിധികൾ നേരിട്ട് വീടുകളിലെത്തി ഹോം മസ്റ്ററിംഗ് പൂർത്തിയാക്കും. അക്ഷയ കേന്ദ്രങ്ങളിൽ നേരിട്ടെത്തി മസ്റ്ററിംഗ് ചെയ്യുന്നതിനായിട്ട് 30 രൂപയാണ് ഫീസായിട്ട് നിശ്ചയിച്ചിട്ടുള്ളതെങ്കിൽ വീട്ടിലെത്തി സേവനം നൽകുന്ന ഹോം മസ്റ്ററിങ്ങിന് 50 രൂപ നിരക്കിലായിരിക്കും ഈടാക്കുക. ഏറ്റവും അവസാനമായിട്ട് സംസ്ഥാനത്തെ സ്വർണ്ണവില പരിശോധിച്ചാൽ സംസ്ഥാനത്തെ സ്വർണ്ണവിലയിൽ ഇന്നലെ ഏറ്റക്കുറച്ചിലുകളില്ലാതെയാണ് വ്യാപാരം തുടർന്നത്. കഴിഞ്ഞ ദിവസത്തെ അതേ നിരക്കിൽ തന്നെയാണ് ഇന്നലെയും വിപണിയിൽ സ്വർണ്ണ വ്യാപാരം നടന്നത്. ഒരു പവൻ സ്വർണ്ണത്തിന് 1,05,080 രൂപ എന്ന നിരക്കിലും 1 ഗ്രാം സ്വർണ്ണത്തിന് 13,135 രൂപ എന്ന നിരക്കിലുമാണ് വ്യാപാരം പുരോഗമിച്ചത്. സോ ഡെയിലി അപ്ഡേറ്റ്സ് പൂർണ്ണമാവുകയാണ്. എല്ലാവരിലേക്കും നിങ്ങൾ ഈ അപ്ഡേറ്റ്സ് ഇപ്പോൾ തന്നെ ഷെയർ ചെയ്യുക. നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. വാർത്തകളും അറിയിപ്പുകളും എല്ലാ ദിവസവും കൃത്യമായി നിങ്ങൾക്ക് വാട്സപ്പ് ഗ്രൂപ്പിൽ ലഭ്യമാകുന്നതാണ്. നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ അതിന് കമൻറ്റിൽ നൽകിയിട്ടുണ്ട്. സോ എല്ലാ പ്രേക്ഷകരും മറക്കാതെ ഏതെങ്കിലും ഒരു ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. വാർത്തകൾ എല്ലാവരിലേക്കും ഷെയർ ചെയ്യുക. വീഡിയോ ഡെയിലി അപ്ഡേറ്റ്സുമായിട്ട് നമുക്ക് നാളെ കാണാം. അതുവരേക്കും നന്ദി, നമസ്കാരം. കൃഷൽ മീഡിയ എല്ലാ ദിവസവും വാർത്തകളും അറിയിപ്പുകളും ഡെയിലി അപ്ഡേറ്റ്സും ലഭിക്കാൻ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യുക. നിങ്ങളുടെ ലൈക്കും ഷെയർ നൽകി ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക.